കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബ്ഷെല്ലുകളെയാണ് പരിചയപ്പെട്ടത്. പ്രധാനമായിട്ടും 4 സബ്ഷെല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. SPDF, അവയിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും നമ്മൾ പരിചയപ്പെട്ടു. Sൽ 2, Pയിൽ 6, Dയിൽ 10, Fൽ 14 എന്ന ക്രമത്തിലാണ് ഇലക്ട്രോൺ നിറയുന്നതെന്ന് പരിചയപ്പെട്ടു. ഈ ആശയം പ്രയോജനപ്പെടുത്തി എങ്ങനെ നമുക്ക് അറ്റോമിക നമ്പർ 19 പൊട്ടാസ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാമെന്നൊന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് എഴുതി അവിടെ വരുന്ന മാറ്റം എന്താണെന്നും അത് സബ്ഷെല്ലിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നതെന്നും പരിചയപ്പെടാം. ആദ്യം നമുക്ക് അതിൻ്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് പരിചയപ്പെടാം. അറ്റോമിക് നമ്പർ ഇസ് 19, അറ്റോമിക് നമ്പർ 19 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ആദ്യത്തെ ഷെല്ലായ K ഷെല്ലിൽ 2 ഇലക്ട്രോൺ എന്ന് പറയുന്നു, രണ്ടാമത്തെ ഷെല്ലായ Lൽ 8 ഇലക്ട്രോൺ എന്ന് പറയുന്നു, മൂന്നാമത്തേനകത്ത് 8 ഇലക്ട്രോൺ നിറഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു ഇലക്ട്രോണാണ് നാലാമത്തെ ഷെല്ലിലേക്ക് പോകുന്നത്. ഇവിടെ വരുമ്പോൾ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ, സ്ഥിരത കൈവരിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അഷ്ടക നിയമം, ഒക്ടെറ്റ് റൂൾ പാലിക്കുക എന്നുള്ളതാണ്. ഒക്ടെറ്റ് റൂൾ അഥവാ അഷ്ടക നിയമത്തിൽ പറയുമ്പോൾ മൂന്നാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ നിറഞ്ഞിട്ട് ബാക്കിയുള്ള ഇലക്ട്രോണുകൾ നാലാമത്തെ ഷെല്ലിലേക്കാണ് പോകുന്നത്. ഈ ആശയം നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴാണ് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. പിന്നെ അതെങ്ങനെയാണ് ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നതെന്നൊന്ന് നോക്കാം. നമ്മൾ ഒരു ബോറാറ്റം മാതൃക വരയ്ക്കുമ്പോൾ, ഒരു മൂലകത്തിൻ്റെ, ഇത് പൊട്ടാസ്യത്തിൻ്റെ തന്നെ ബോറാറ്റം മാതൃക വരയ്ക്കുമ്പോൾ ഏറ്റവും കേന്ദ്രഭാഗത്തായിട്ട് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ഇലക്ട്രോണുകളുടെ ഊർജം വ്യത്യാസമുണ്ട്. അത് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ളത് ആകർഷണബലം, അകലും തോറും ആകർഷണബലം കുറഞ്ഞു വരും. അപ്പം അതനുസരിച്ച് ഷെല്ലുകളുടെ ഊർജത്തിലും വ്യത്യാസമുണ്ട്. ന്യൂക്ലിയസിനോട് ചേർന്നിരിക്കുന്ന ഷെല്ലിനെ സംബന്ധിച്ച് ന്യൂക്ലിയസിന് ആകർഷണ വലയത്തിലിരിക്കുകയാണ്, അപ്പോൾ അതിന് ഊർജം ഏറ്റവും കുറവാണ്. ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരും. അപ്പോൾ KLMN എന്ന 4 ഷെല്ലുകളെ നമ്മൾ താരതമ്യം ചെയ്താൽ ഏറ്റവും കൂടുതൽ എനർജി കുറവുള്ളത് K ഷെല്ലിനാണ്, ഏറ്റവും എനർജി കൂടുതലായിട്ടുള്ളത് N ഷെല്ലിനാണ്. ഇതേ ആശയം തന്നെ സബ്ഷെല്ലുകളെ സംബന്ധിച്ച് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സബ്ഷെല്ലിനും എനർജിയിൽ വ്യത്യാസമുണ്ട്. അകലും തോറും സബ്ഷെല്ലിൻ്റെയും ഊർജത്തിൽ വ്യത്യാസം വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. ഇവിടെ ഓരോ ഷെല്ലിലുമുള്ള സബ്ഷെല്ലുകളെ ഒന്ന് ക്രമീകരിച്ച് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഉള്ള ചിത്രമാണ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സബ്ഷെൽ എന്ന് പറയുന്നത് 1s ആണ്. അപ്പോൾ 1sനാണ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എനർജി കുറവായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ അടുത്ത എനർജി വരുന്നത് 2sന്, അടുത്ത വരുന്നത് 2p, പിന്നീട് 3s, അടുത്ത വരുന്നത് 3p, 4s, അടുത്ത വരുന്നത് 3d, 4p, 5s. ഈ ക്രമത്തിൽ ഊർജത്തിൽ വ്യത്യാസമുണ്ട്. ഇത് നമുക്കൊന്ന് എഴുതി കണ്ടുപിടിച്ച് നോക്കാം. ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി കണ്ടുപിടിക്കുന്ന രീതിയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. സബ്ഷെല്ലുകളുടെ എനർജി ഒന്ന് എഴുതി കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും ആദ്യം ഒന്നാമത്തെ ഷെല്ലിൻ്റെ സബ്ഷെല്ലായ 1s നമ്മൾ എഴുതി. അല്പം സ്ഥലം വിട്ടതിന് ശേഷം അടുത്ത ലൈനിലായിട്ട് രണ്ടാമത്തെ ഷെല്ലിൻ്റെ സബ്ഷെല്ലായ 2s, 2p. അപ്പോൾ ഇപ്പോൾ തമ്മിൽ ഇച്ചിരി ഒരു സ്പേസ് കൊടുക്കുക, ചേർത്ത് എഴുതണ്ട. ഇനി അടുത്ത ഷെല്ലെന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ലാണ്. അതിനകത്ത് 3 സബ്ഷെല്ലുണ്ട്. അത് 3s, 3p, 3d ആണ്. ഇനി അടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, പിയുടെ താഴെ s വരുന്ന രീതിയിൽ എഴുതുക. രണ്ടാമത്തെ ഷെല്ലിൽ തൊട്ടാണ് p തുടങ്ങുന്നത്. അപ്പോൾ പിയുടെ താഴെ അടുത്ത ഷെല്ലിൻ്റെ സബ്ഷെല്ലായി s വരുന്ന രീതിയിൽ എഴുതുക. അപ്പോൾ ഇവിടെ എഴുതുന്നതൊന്ന് ശ്രദ്ധിക്കുക. 2pയുടെ താഴെയായിട്ട് 3s, അടുത്ത സബ്ഷെല്ല് 3p, പിന്നെ 3d. ഇനി നാലാമത്തെ ഷെല്ലിലേക്ക് പോവുകയാണ്. അവിടെ 4 സബ്ഷെല്ലുണ്ട്. തുടങ്ങുന്നത് 4sലാണ്. അപ്പോൾ പിയുടെ താഴെ s വരുന്ന രീതിയിൽ എഴുതുക. അപ്പോൾ 4s, 4p, 4d. അവിടെ 4 സബ്ഷെല്ലാണുള്ളത്, 4f. ഇനി അഞ്ചാമതൊരു ഷെല്ലുണ്ടെങ്കിൽ അവിടെയും തുടങ്ങുന്നത് 5sലായിരിക്കുമല്ലോ. അപ്പം s എഴുതുന്നത് പിയുടെ താഴെയായിട്ട് എഴുതുക. അപ്പോൾ 5s, 5p, 5d, 5f. ഇവിടെ വരുവാണെങ്കിൽ ഇതുവരെയുള്ള മൂലകങ്ങളുടെ എല്ലാത്തിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ F എന്നുള്ള സബ്ഷെൽ വരെ മതിയാവും. ഇനി അഥവാ കൂടുതൽ മൂലകങ്ങൾ ആവശ്യമാണെങ്കിൽ G എന്നുള്ള സബ്ഷെല്ല് പിന്നീട് നമുക്ക് ഉപയോഗിച്ച് പീരിയോഡ് ടേബിളിലുള്ള ഇതുവരെയുള്ള മൂലകങ്ങളുടെ എഴുതാൻ F എന്ന് വരെയുള്ള സബ്ഷെല്ല് മതിയാവും. ഇനി അടുത്ത ആറാമത് ഒരു ഷെല്ലുണ്ടെങ്കിൽ
അവിടെയും തുടങ്ങുന്നത് 6s അപ്പോൾ അവിടെയും പിയുടെ താഴെയായിട്ട് എസ് എഴുതുക. ഈ രീതിയിൽ നമുക്ക് ക്രമീകരിച്ച് എഴുതാം. ഇനി കണ്ടുപിടിക്കുന്ന രീതി എങ്ങനെയാണെന്നൊന്ന് പരിചയപ്പെടുത്താം. ഓരോന്നും ഓരോ കോളമായിട്ട് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ വരുമ്പോൾ ആദ്യത്തെ കോളത്തിൽ 1s മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കോളം വരുമ്പോൾ അവിടെ 2s മാത്രം. മൂന്നാമത്തെ കോളം വരുമ്പോൾ 2pയും 3sഉം. നാലാമത്തെ കോളത്തിൽ 3p 4s. അടുത്ത കോളത്തിൽ 3d 4p 5s. അടുത്തതിൽ 4d 5p 6s. ഈ രീതിയിലേക്ക് പോകും. ഇവിടെ നമുക്ക് 6p ഉണ്ട്. എല്ലാം നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കോളങ്ങളും അവസാനിക്കുന്ന എസ്സില്ല. ഇവിടെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഒന്നാമത്തെ കോളം അവസാനിക്കുമ്പോൾ എസ്, ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ എസ്. മൂന്നാമത്തെ കോളം എടുക്കുമ്പോൾ 3sൽ അവസാനിക്കുന്ന, നാലാമത്തെ കോളം എടുക്കുമ്പോൾ 4sൽ അവസാനിക്കും. എല്ലാ കോളങ്ങളും അവസാനിക്കുന്ന എസ്സിലാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ഊർജ്ജം ഒന്ന് ക്രമീകരിച്ച് എഴുതാം. ഇവിടെ ഓരോ കോളത്തിലും ഉള്ളതിനെ ആദ്യമായി ക്രമീകരിക്കുക. ആദ്യം 1s ആണ്. അപ്പോൾ ഏറ്റവും ഊർജ്ജം കുറവുള്ളത് 1sന്. അപ്പോൾ അതിനെ ഞാനൊന്ന് സൂചിപ്പിച്ചു. അടുത്ത കോളത്തിലേക്ക് വരുമ്പോൾ അവിടെ 2s ഉണ്ട്. അപ്പോൾ അടുത്ത ഊർജ്ജം 1sനേക്കാളും ഊർജ്ജം കൂടുതൽ 2sനാണ്. 2s കഴിഞ്ഞാൽ അവിടെ വേറെ ഒന്നുമില്ല. അടുത്ത കോളത്തിലേക്ക് വരുമ്പോൾ 2pയും 3sഉം ഉള്ളത്. അപ്പോൾ 2s കഴിഞ്ഞാൽ അടുത്തത് 2p. അത് കഴിഞ്ഞാൽ അടുത്തത് 3s. 3s കഴിയുമ്പോൾ നമ്മൾ അടുത്ത കോളത്തിലേക്ക് പോവുകയാണ്. 3p 4s. അപ്പോൾ ഇവിടെ 3p, അവിടെയാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. 3p കഴിഞ്ഞാൽ ഊർജം 3dക്കല്ല കൂടുതലായിട്ടുള്ളത്, 4sനാണ്. ഈ 4sനേക്കാട്ട് ഊർജം കൂടുതലാണ് 3dക്ക്. അപ്പോൾ അത് എഴുതി കണ്ടുപിടിക്കുന്ന രീതി ഈ രീതിയിൽ എഴുതി ശീലിച്ച് നമുക്ക് കാണാതെ പഠിക്കാൻ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെ എഴുതി തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 3p കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4sലാണ്. 4s കഴിഞ്ഞാൽ ഊർജം അടുത്ത കൂടുതലായിട്ട് വരുന്ന അടുത്ത കോളത്തിലേക്ക് പോവുക. 3d ആണ് അടുത്ത ഉള്ളത്. 3dക്ക് ശേഷം 4pക്ക് ശേഷം ഇവിടെ 5s. ഇനി ഈ രീതിയിൽ തുടർന്ന് പോകും. അതായത് സബ്ഷെല്ലുകളുടെ എനർജി നമ്മൾ നോക്കിയാൽ ഏറ്റവും എനർജി കുറവുള്ളത് 1sനാണ്. അതനുസരിച്ച് അകലന്തോറും ഓരോ സബ്ഷെല്ലിൻ്റെയും എനർജിക്ക് ഊർജത്തിന് വ്യത്യാസമുണ്ട്. അതിൽ തന്നെ വ്യത്യാസം വരുന്നത് 3p കഴിഞ്ഞാൽ 3dക്കല്ല ഊർജം വരുന്നത്. 3p കഴിഞ്ഞാൽ 4s കഴിഞ്ഞിട്ടേ 3dയിൽ ഊർജം വരുന്നുള്ളൂ. ഇപ്പോൾ 3dയും 4sോട് കമ്പയർ ചെയ്യുമ്പോൾ 3dയേക്കാൾ ഊർജം കുറവാണ് 4sന്. എപ്പോഴും ഇലക്ട്രോണുകൾ നിറയുന്നത് സബ്ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ്. അതായത് ഇലക്ട്രോൺ ഫില്ലിംഗ് ഓൾവേസ് ടേക്സ് പ്ലേസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ എനർജി ഓഫ് ദ സബ്ഷെൽ. അപ്പോൾ ഊർജം കൂടി വരുന്ന ക്രമത്തിൽ നിറയുമ്പോൾ തന്നെ 3dയും 4sഉം നമ്മൾ കമ്പയർ ചെയ്താൽ 3d സബ്ഷെല്ലിനേക്കാൾ ഊർജം കുറവാണ് 4sന്. അപ്പോൾ അതുകൊണ്ട് ആദ്യം 4sൽ ഇലക്ട്രോൺ നിറഞ്ഞിട്ട് മാത്രമേ 3dയിലേക്ക് ഇലക്ട്രോൺ നിറയുകയുള്ളൂ. നമുക്ക് ഈ ആശയം പ്രയോജനപ്പെടുത്തി തന്നിരിക്കുന്ന കുറച്ച് എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതിയെന്ന് നോക്കാം. നമ്മൾ ആദ്യം പരിചയപ്പെട്ട പൊട്ടാസ്യത്തിലേക്ക് തന്നെ വരാം. അതിൻ്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി 2, 8, 8, 1, 2, 8, 8, 1 എന്ന് എഴുതി. അങ്ങനെയെങ്കിൽ സബ്ഷെൽ വരുമ്പോൾ അവിടെ 8, 1 എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ സ്റ്റെബിലിറ്റി, സ്ഥിരത കൈവരിക്കാനാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയെങ്കിൽ അവിടെ 8, 1 എന്നുള്ള അവസ്ഥയിൽ പൊട്ടാസ്യത്തിന് എങ്ങനെയാണ് അറിയുന്നതെന്നൂടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പൊട്ടാസ്യത്തിന് അറ്റോമിക് നമ്പർ 19 ആണ്. എപ്പോഴും ഇലക്ട്രോൺ എന്ന് പറയുന്നത് സബ്ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ്, എനർജി കൂടി വരുന്ന ക്രമത്തിലാണ്. അപ്പോൾ ആദ്യം എനർജി കുറവുള്ളതായ 1sൽ ആദ്യം ഇലക്ട്രോൺ എന്ന് പറയും. എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ 1s2. അടുത്തെന്ന് പറയുന്നത് 2sലാണ്. അപ്പോൾ 2s2. അടുത്തെന്ന് പറയുന്നത് 2pയിലാണ്. അപ്പോൾ 2p6. അടുത്തെന്ന് പറയുന്നത് 3sലാണ്. അപ്പോൾ 3s2. അടുത്തെന്ന് പറയുന്നത് 3pയിലാണ്. അപ്പോൾ 3p6. അവിടെ വരെ വന്നപ്പോൾ തന്നെ അവിടെ 18 ഇലക്ട്രോൺസ്, 18 ഇലക്ട്രോണുകളായി. അപ്പോൾ മൊത്തം പൊട്ടാസ്യത്തിന് 19 ഇലക്ട്രോണാണ് ഉള്ളത്. 18 ഇലക്ട്രോൺ അവിടെ നിറഞ്ഞിട്ടുണ്ട്. ബാക്കി 1 ഇലക്ട്രോണേ ഉള്ളൂ. അത് അടുത്ത ഇലക്ട്രോൺ നിറയുന്നത് 3p കഴിഞ്ഞാൽ ഊർജം കൂടി വരുന്ന ക്രമം നോക്കുമ്പോൾ 3d അല്ല അവിടെ വരുന്നത്. 3dയേക്കാൾ ഊർജം കുറവാണ്, എനർജി കുറവാണ് 4sന്. എനർജി കുറവുള്ളിടത്ത് ആദ്യം ഫില്ല് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് 3p കഴിഞ്ഞാൽ റിമൈനിങ് 1 ഇലക്ട്രോൺ, ബാക്കി നിൽക്കുന്ന 1 ഇലക്ട്രോൺ 4sലേക്ക് നിറയും. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ 1s2, 2s2, 2p6,
3s2 3p6 4s1. ഇത് വെച്ചിട്ട് നമ്മൾ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ ഒന്നാമത്തെ ഷെല്ലായ കെയിൽ 1s 2 ഇലക്ട്രോൺ, അപ്പം കെയിൽ 2 ഇലക്ട്രോൺ. രണ്ടാമത്തെ ഷെല്ലായ എൽ എന്ന് പറയുന്നിടത്ത് 2s 2pയിലേയും കൂടി ഇലക്ട്രോൺ എണ്ണം കൂട്ടിയാൽ മതി. അപ്പോൾ അവിടെ ആകെ 8 ഇലക്ട്രോൺ, 6 2 കൂടി കൂട്ടി 8 ഇലക്ട്രോൺ. മൂന്നാമത്തെ ഷെല്ല് വന്നാൽ അവിടെ 3s 3pയുമാണ് മൂന്നാമത്തെ ഷെല്ലിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെയും 8 ഇലക്ട്രോൺ. നാലാമത്തെ ഷെല്ല് എന്ന് പറയുമ്പോൾ 4s ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ 1 ഇലക്ട്രോൺ. അങ്ങനെയാണ് പൊട്ടാസ്യത്തിനെ സംബന്ധിച്ച് 2881 എന്നുള്ള ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നതെന്നും ഇത് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ മനസ്സിലാവും. മാംഗനീസിൻ്റെ ഒന്ന് എഴുതി നോക്കാം. മാംഗനീസിൻ്റെ വരുമ്പോൾ 25 ആണ് അറ്റോമിക് നമ്പർ, 25 ആണ്. അപ്പോൾ 1s2 2s2 2p6 3s2 3p6 അതുവരെ വന്നപ്പം 18 ഇലക്ട്രോൺ ആയി. ഇനി ഒരു 7 ഇലക്ട്രോണോടുണ്ട്. അപ്പോൾ അത് 3p6 കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4sലാണ് എന്ന് പറഞ്ഞ് 4s ആദ്യം എഴുതണം എന്നില്ല. 3d എഴുതിയതിന് ശേഷം 4s എഴുതിയാൽ മതി. പക്ഷേ ഇലക്ട്രോൺ എന്ന് പറയുന്ന ആദ്യം 4sലായിരിക്കണം. ഇവിടെ ഡിക്ക് പരമാവധി 10 ഇലക്ട്രോൺ വരെ ഉൾക്കൊള്ളാൻ സാധിക്കും. എന്നാൽ പോലും 3p കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പരിശോധിച്ചാൽ അറിയാം, 3p കഴിഞ്ഞാൽ ഊർജം കുറവുള്ളത് 4sനാണ്, 3dക്കല്ല. അപ്പം ആദ്യം 4sൽ നിറഞ്ഞിട്ട് 3dയിൽ നിറയും. അതുകൊണ്ട് എഴുതുന്ന ക്രമം വരുമ്പോൾ നമ്മൾ മാറ്റി എഴുതണ്ട. ഡി ആദ്യം എഴുതിയിട്ട് ഡിയിൽ നിറയാനുണ്ടെങ്കിൽ ഡി ആദ്യം എഴുതിയിട്ട് 4s എഴുതാം. പക്ഷേ ഇലക്ട്രോൺ നിറയുന്നത് എസിൽ നിറഞ്ഞിട്ട് ബാക്കിയുള്ളത് ഡിയിലേക്ക് വരാവുള്ളൂ. 1s2 2s2 2p6 3s2 3p6 4s2 3d5 എഴുതുമ്പം 3d5 4s2 എന്ന് തന്നെ എഴുതാം. പക്ഷേ ഇലക്ട്രോൺ നിറയുന്നത് 4s നിറഞ്ഞിട്ട് ബാക്കിയുള്ളത് ഡിയിലേക്ക് വരും. ഇതേ രീതിയിൽ ഇരുമ്പ് അയൺ അറ്റോമിക് നമ്പർ 26 ആണ്. അത് നമ്മൾ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 അവിടെ വരെ ആയപ്പോൾ 18 ഇലക്ട്രോൺ ആയി. ഇനി 8 ഇലക്ട്രോണുകളുണ്ട്. അപ്പം ഡി ആദ്യം എഴുതാം, പിന്നീട് 4s എഴുതാം. പക്ഷേ ഇലക്ട്രോൺ നിറയുന്നത് 4sൽ ആദ്യം നിറയും. ഇപ്പോൾ 4s2 വരെ ആയപ്പോൾ 20 ആയി. ഇനി 6 എണ്ണം കൂടെ ഉണ്ട്. അതന്നേരം 3dയിൽ പോകും. ഇപ്പോൾ 3d6. ഇപ്പോൾ 1s2 2s2 2p6 3s2 3p6 3d6 4s2 നിറയുക, ബാക്കിയുള്ളത് 3dയിലേക്ക് വരിക. എഴുതുമ്പോൾ നമ്മൾ മാറ്റി എഴുതണ്ട. ഡി കഴിഞ്ഞിട്ട് എസ് എഴുതിയാൽ മതിയാകും. പക്ഷെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എസിൽ നിറഞ്ഞിട്ടേ ഡിയിലേക്ക് പോകാവുള്ളൂ. സ്കാൻഡിയത്തിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് നമുക്ക് പരിചയപ്പെട്ട് നോക്കാം. അവിടെ 21 ആണ് അറ്റോമിക് നമ്പർ 21 ആണ്. 1s2 2s2 2p6 3s2 3p6 അവിടെ വന്ന് വരെ ആയപ്പം 18 ഇലക്ട്രോൺ ആയി. ഇനി ഒരു 3 ഇലക്ട്രോൺ കൂടെ ഉണ്ട്. അപ്പോൾ 3 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ അടുത്തെന്ന് അറിയുന്നത് 4sലാണ്. അപ്പോൾ 4s2 ബാക്കി ഇനി 1 ഇലക്ട്രോൺ കൂടെ ഉണ്ട്. അത് 3dയിലേക്ക് വരും. അപ്പോൾ എഴുതുന്ന ക്രമം വരുമ്പോൾ 1s2 2s2 2p6 3s2 3p6 3d1 4s3 അവിടെ 3d3 എന്ന് എഴുതരുത്. 4sൽ നിറഞ്ഞിട്ട് ബാക്കിയുള്ളതേ 3dയിലേക്ക് നൽകാവുള്ളൂ. നമ്മൾ ഈ പഠിച്ച ആശയങ്ങളെല്ലാം വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് കണ്ടെത്തുക. നമ്മുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ടാണ്, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ടാണ് കാൽസ്യം മഗ്നീഷ്യം സിങ്ക് കൊബാൾട്ട്. എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, 4sൽ ഇലക്ട്രോൺ നിറഞ്ഞിട്ട് മാത്രമേ 3dയിലേക്ക് പോകത്തുള്ളൂ. അവിടെ തൊട്ടാണ് വ്യത്യാസമുള്ളത്. അത് പ്രത്യേകം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്.